നമസ്കാരം. അഖിൽ മാരാറിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ വീഡിയോയ്ക്ക് ആധാരമെന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കും പോലെ സിനിമ ഇറങ്ങും മുമ്പ് വലിയ ഹൈപ്പ് സൃഷ്ടിച്ചുകൊണ്ടുണ്ടായ ടിക്കറ്റ് ബുക്കിങ്ങിൽ എന്തായാലും കേരളത്തിലെ എല്ലാ ലാലേട്ടൻ ഫാൻസും ടിക്കറ്റ് എടുത്ത ലാലേട്ടൻ ഫാൻസിൽ വലിയൊരു വിഭാഗം ഈ സംഘി അനുകൂലികൾ ഉണ്ട് എന്നത് സത്യമാണ്. കാരണം മമ്മൂക്ക ഫാൻസ് സത്യത്തിൽ അവരും ലാലേട്ടൻ്റെ സിനിമ നല്ലതാണെങ്കിൽ ആസ്വദിക്കും, ഇല്ലെങ്കിൽ വിട്ടുകളയും. എന്നാൽ ഈ സിനിമ വിജയിച്ചാൽ കേരളത്തിൽ ആദ്യം കുരുപൊട്ടുന്നത് മീഡിയ മുക്കാലനും സുഡാപ്പികൾക്കുമായിരിക്കും. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് മോഹൻലാൽ എന്ന നടനെ തകർക്കാൻ നോക്കിയിരിക്കുന്ന ഈ രണ്ടു കൂട്ടർക്കും എമ്പുരാൻ്റെ വിജയം ഒരിക്കലും ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രീ ബുക്കിങ്ങിൽ അവർ വളരെ അസ്വസ്ഥരാണ് എന്നുള്ളതാണ്. അവിടെയാണ് പൃഥ്വിരാജിൻ്റെ ബുദ്ധി. ടിക്കറ്റ് എടുത്ത സംഖ്യകളെല്ലാം എന്തായാലും പണം കാണും. സിനിമയിൽ ഗുജറാത്ത് കലാപം കാണിക്കുന്നു, അതുകൊണ്ട് സംഘികൾ ഈ സിനിമയെ എതിർക്കുന്നു എന്ന ഒരു മാർക്കറ്റിംഗ് തന്ത്രം അത് ഇന്നലെ മുതൽ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. സംഘികൾ സിനിമയ്ക്കെതിരാകുന്നു, സിനിമയിലില്ലാത്ത ഭാഗം പുറത്തുവിട്ട് ഇന്ത്യ ആരുടെയും തന്തയുടെ വകയല്ല എന്ന ഡയലോഗ് വെച്ച് ജനഗണമന വിജയിപ്പിച്ചതും ഇതേ സംഘവിരുദ്ധ മാർക്കറ്റിംഗ് തന്ത്രമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ രണ്ടാം ആഴ്ച മുതൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും തെലുങ്കിലുമൊക്കെ മതേതരവാദികളുടെയും ഒപ്പം തന്നെ BJP വിരുദ്ധരുടെയും ഒക്കെ വക ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിക്കുകയും ചെയ്യും. അപ്പോൾ ചുരുക്കത്തിൽ മോഹൻലാലിനെ ഉപയോഗിച്ച് ആദ്യ ആഴ്ചകളുടെ ഘട്ടത്തിൽ സംഘികളെ പറ്റിച്ചും രണ്ടാമത്തെ ആഴ്ച മുതൽ സംഘവിരുദ്ധരെ പറ്റിച്ചും മുടക്കിയ പണവും ലാഭവും കൊയ്യാൻ പൃഥ്വിരാജിന് അറിയാം എന്നർത്ഥം. അപ്പോൾ ഇനി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, ഈ സിനിമ സംഘവിരുദ്ധ രാഷ്ട്രീയമാണോ മുന്നോട്ട് വെക്കുന്നത്, അതോ BJPക്ക് കൂടുതൽ വോട്ടുകൾ എത്തിക്കുവാനുള്ള രാഷ്ട്രീയമാണോ എന്നുള്ളതാണ്. നരഭോജി നരാധമൻ വിളികൾക്ക് ശേഷം തുടർച്ചയായിട്ട് 3 തവണ മുഖ്യമന്ത്രി, 3 തവണ പ്രധാനമന്ത്രിയായ മോദിക്കും BJPക്കും എപ്പോഴൊക്കെ കലാപം ജനങ്ങളെ ഓർമ്മിപ്പിച്ചോ അപ്പോഴൊക്കെ നേട്ടം മാത്രം. അവരുടെ ജയത്തിന് ഏറ്റവും കാരണമായതും ഈ വർഗീയവാദികൾ എന്ന എതിരാളികളുടെ വിളികളാണ്. അപ്പോൾ അതായത് ഈ ഗുജറാത്ത് കലാപം ആരംഭിച്ചത് അയോധ്യ സന്ദർശനത്തിന് ശേഷം മടങ്ങിയ കർസേവകരെ ട്രെയിനിൽ തീവച്ചു കൊന്ന ശേഷം ആണ് എന്ന് ഇന്ത്യയിലെ എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇനി പറയേണ്ട ആവശ്യമില്ല. ഇന്ദിരാഗാന്ധി വധത്തിന് ശേഷം സിഖുകാരെ കൂട്ടക്കൊല ചെയ്തത് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. എന്നാൽ ഇന്ദിരാഗാന്ധി വധം കാണിക്കാതെ സിഖുകാരെ കൊന്നൊടുക്കുന്ന കോൺഗ്രസ്സുകാർ എന്ന് ഒരു സിനിമയിൽ കാണിച്ചാൽ ഇന്ത്യയിലെ ജനങ്ങൾ പറയും അത് മര്യാദ അല്ലല്ലോ, ഇവർ കള്ളം പറഞ്ഞതാണല്ലോ എന്ന്. സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ തെറ്റുകൾ ആൾക്കാർ ന്യായീകരിക്കും. അവിടെയാണ് എമ്പുരാനിൽ കാണിക്കുന്ന ഗുജറാത്ത് കലാപവും കാണുന്ന പ്രേക്ഷകർക്ക് ഏത് തരത്തിലായിരിക്കും തോന്നുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അവർ ട്രെയിനിൽ തീവച്ച കാര്യം ചർച്ച ചെയ്യും. അത് ചർച്ച ചെയ്യുമ്പോൾ നിഷ്പക്ഷ ഹിന്ദുക്കൾ ഇന്നലകളിൽ കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് പോയത് ഈ ഒരു ഭാഗം ചേർന്നുകൊണ്ടുള്ള പ്രചരണം കൊണ്ടാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എമ്പുരാൻ നിലവിൽ സംഘവിരുദ്ധമാണ് എന്ന് തോന്നുന്നെങ്കിൽ ആത്യന്തികമായി BJPക്ക് വോട്ട് വർദ്ധിപ്പിക്കുവാൻ കാരണമാകുന്ന ഒരു സിനിമ ആയി ഭവിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇത്രയും എഴുതിയ സ്ഥിതിക്ക് ഞാനും സംഖ്യയാകും, എനിക്ക് എൻ്റെ മനസാക്ഷിക്ക് തോന്നുന്ന സത്യം എഴുതാനേ അറിയൂ എന്നും ജയിക്കാനുള്ള ഫോർമുല പഠിക്കുന്നതിന് മുൻപ് എതിരാളി എങ്ങനെ ജയിക്കുന്നു എന്ന് പഠിക്കണമെന്നും നമ്മളായിട്ട് എതിരാളിയെ ജയിപ്പിക്കരുത് എന്നും താൻ എഴുതിയത് തലച്ചോറുപയോഗിച്ച് വായിച്ചു മനസ്സിലാക്കുക എന്ന് പറഞ്ഞ് അഖിൽ മാരാർ തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നുണ്ട്. ഈ കുറിപ്പിനുള്ളിൽ മാരാർ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ തലച്ചോറ് കൊണ്ട് എഴുതിയതാണ് എന്ന് പറയപ്പെടുമ്പോൾ അങ്ങനെ തലച്ചോറുള്ളവർ ഒന്നുകൂടി ഇരുത്തി ചിന്തിച്ചാൽ എന്താണ് എന്ന് മനസ്സിലാകും. ഈ സിനിമ വിജയിക്കുകയോ വിജയിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷേ ഈ സിനിമയിൽ പറയുന്നതും പ്രതിപാദിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ആത്യന്തികമായി BJPയെ തകർക്കുവാനോ അല്ലെങ്കിൽ RSSനെ തകർക്കുവാനോ ഉപകരിക്കുന്നതല്ല. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആദ്യം മാരാർ പറയുമ്പോൾ ആദ്യത്തെ ആഴ്ചയിൽ ഇത് സംഘികൾക്കെതിരാണ് എങ്കിൽ രണ്ടാമത്തെ ആഴ്ചയിൽ സംഘി വിരുദ്ധർക്ക് എതിരായിട്ട് മാറുന്ന തരത്തിലേക്കുള്ള ഒരു മാർക്കറ്റിംഗ് തന്ത്രം അതിനകത്ത് പ്രയോജനപ്പെടുത്താൻ പൃഥ്വിരാജിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അത് പറയുമ്പോഴും മാരാർ ശ്രദ്ധിക്കുന്നുണ്ട്, ഇത് രണ്ടാണെങ്കിലും
RSSകാരനും BJPക്കാരനും കോൺഗ്രസ്സുകാരനും കൊങ്ങിയും എല്ലാം കാണും സിനിമ. അങ്ങനെ കാണുകയാണെങ്കിൽ ഈ സിനിമ വിജയിക്കപ്പെടുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് മാരാർ പറഞ്ഞു വയ്ക്കുന്നത് തലച്ചോറുള്ളവർ ചിന്തിച്ച് പ്രതികരിക്കുക എന്ന്. അതായത് തലച്ചോറുള്ളവർ ചിന്തിച്ചാൽ സിനിമ കാണാതിരിക്കണമെന്നാണോ അതോ ഈ സിനിമ പരാജയപ്പെടണമെന്നാണോ? ഇങ്ങനെ ചിലപ്പോൾ പലരും ചിന്തിച്ചേക്കാം. അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിലും അതിലും തെറ്റില്ല. ഇവിടെ മാരാർ പറഞ്ഞു വെക്കുന്ന പോലെ ഈ സിനിമ BJPക്ക് അനുകൂലമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതാണ് ആദ്യം പറഞ്ഞത്. ജനഗണമന പോലെയുള്ള സിനിമകൾ അത് ആർക്കെതിരെയാണോ പ്രയോഗിച്ചത് അവർക്ക് അനുകൂലമാകുന്ന ഒരു കാലാവസ്ഥ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഇതും BJPക്കെതിരായിട്ട് അല്ലെങ്കിൽ RSSനെതിരായിട്ട് നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ളൊരു സിനിമയാണ് എങ്കിൽ നാളെ ഇത് നരേന്ദ്രമോദിക്ക് അനുകൂലമാകുന്ന ഒരു കാലാവസ്ഥയാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരു സിനിമയാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നാണ് മാരാർ കുറിച്ചു വെക്കുന്നത്.